ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല കളറൊക്കെ ഉള്ള, വറുത്തരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്തോരം ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനിലാണ് തയ്യാറാക്കിയേക്കണത് കേട്ടോ. നല്ല കളറുള്ള, എന്നാൽ ചിക്കനൊന്നും വറക്കാതെ തേങ്ങ വറുത്തരയ്ക്കാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് അടുപ്പത്തേക്ക് ഇടുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചട്ടി തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിലായിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ തന്നെ ചേർക്കണം. പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയുടെ അളവ് കുറച്ച് ചേർക്കാം കേട്ടോ. കളർ കിട്ടാൻ കുറച്ചും കൂടി കളർ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കണതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടാണ് പൊടികൾ ചേർക്കണത് കേട്ടോ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് വരുമ്പോഴേക്കും പിന്നെയും ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട്, നല്ല മൺചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂടായി കിടക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ചൂട് കുറവുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് കറുത്ത ബ്രൗൺ ഷെയ്ഡിലേക്ക് പോവണ്ട. അപ്പം ഒരു ബിറ്റർ ടേസ്റ്റ് പോലെ തോന്നും. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ പൊടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടി മൂത്ത് പോകില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കറിയും വയ്ക്കാം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, ഒരു കലത്തിലേക്ക്, അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്നൊന്ന് ചൂടാറിയും വരും. എന്നിട്ട് അതിലേക്ക്, ആ കലത്തിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് 2 വലിയ സവാള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ആ നേരം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് വലിപ്പമൊക്കെ ഉള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിനേലൊക്കെ ടേസ്റ്റ് ഇതുപോലെ ചതച്ചിടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കണം ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സിമ്മിൽ അടച്ചു വെച്ച് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. പതുക്കെ അവിടെ ഇരുന്ന് ആവട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും റംസാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചാറുണ്ടെന്ന് വിശ്വസിക്കണം കേട്ടോ. എല്ലാവരും തന്നെ നല്ല പുത്തൻ ഉടുപ്പും പുത്തൻ ചെരുപ്പും നല്ല ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് കരുതണം. ഇപ്പം കുറച്ച് സമയം നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വറ്റി കുറച്ച് ചാറൊക്കെ വരും. അതൊന്നും കൂടി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു മുഴുവൻ തന്നെ വെന്തിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ഒരു പൊടിക്കും കൂടി വേവാനുണ്ടാവും. ആ സമയത്ത് ഇതുപോലെ തക്കാളി വെച്ച് കൊടുക്കുക, അടച്ചു വയ്ക്കുക. അപ്പോൾ ആ സ്റ്റീമിലിരുന്ന് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇളക്കി കൊടുക്കണ്ട. ഇതുപോലെ പെറുക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ആ സ്റ്റീമിലിരിക്കുമ്പോൾ തക്കാളി നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാരണം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.